ഹൈന്ദവ പുരാണ പ്രകാരം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലെ നാലാമത്തെ ഉഗ്ര അവതാരമാണ് നരസിംഹമൂർത്തി. ഭക്ത സംരക്ഷണത്തിന് വേണ്ടി സഭാസ്തംഭത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവാണ് നരസിംഹമൂർത്തി. വൈശാഖ പുണ്യമാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായി ആഘോഷിക്കുന്നത്. ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനും ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ കൊല്ലാനുമായി അവതാരമെടുത്തതാണ് നരസിംഹമൂർത്തി. വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ ശാപമേറ്റ് അസുരന്മാരായി കശ്യപന്റെയും ദിതിയുടെയും പുത്രന്മാരായി പിറന്നു. അതിലൊരുവനായ ഹിരണ്യാക്ഷനെ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരം വരാഹം വധിച്ചു. ഇത് സഹോദരനായ ഹിരണ്യകശിപുവിൽ മഹാവിഷ്ണുവിനോട് പകയുണ്ടാക്കി. മഹാവിഷ്ണുവിനെ എങ്ങനെയും ഇല്ലാതാക്കുമെന്ന് ഹിരണ്യകശിപു പ്രതിജ്ഞയെടുത്തു. തുടർന്ന് ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് താഴെ പറയുന്ന മട്ടിലെ തൻ്റെ മരണമാകാവൂ എന്ന വരം വാങ്ങി. മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് തന്നെ കൊല്ലരുത്, രാവോ പകലോ തന്നെ കൊല്ലരുത്, ഭൂമിയിലോ ആകാശത്തോ പാതാളത്തോ വെച്ച് തന്നെ കൊല്ലരുത്. ഇതെല്ലാം സാധ്യമാകട്ടെ എന്ന് ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് വരമേകി. ശക്തിയാൽ അഹങ്കാരിയായ ഹിരണ്യകശിപു ദേവന്മാർക്കും സന്യാസിമാർക്കും എതിരെ തിരിഞ്ഞു. വിഷ്ണുവിൻ്റെ നാമം ആരും ഉരുവിടരുതെന്നും താനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും ഹിരണ്യകശിപു പ്രഖ്യാപിച്ചു. ഹിരണ്യകശിപുവിൻ്റെ അതിക്രമങ്ങളിൽ ഭയചിത്തരായ ദേവന്മാരും സന്യാസിമാരും മഹാവിഷ്ണുവിൽ അഭയം തേടി. വരശക്തിയാൽ അഹങ്കാരിയായ ഹിരണ്യകശിപുവിനെ വകവരുത്തുമെന്ന് മഹാവിഷ്ണു അവർക്ക് ഉറപ്പു നൽകി. ഇതേ സമയം ഹിരണ്യകശിപുവിനും കയാതുവിനും പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു. ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ ദേവമഹർഷി നാരദൻ മഹാവിഷ്ണുവിൻ്റെ ഗുണഗണങ്ങളെ സ്തുതിക്കുന്നത് പ്രഹ്ലാദൻ കേൾക്കാനിടയായി. കയാതുവുമായുള്ള സംഭാഷണത്തിനിടയ്ക്കാണ് ഈശ്വരനിശ്ചയത്തിൻ്റെ ഫലമായി പ്രഹ്ലാദൻ നാരദവചനങ്ങൾ ശ്രവിച്ചത്. ഇത് ജനനം മുതൽക്കേ പ്രഹ്ലാദനെ വിഷ്ണുഭക്തനാക്കി മാറ്റി. ഇതു മനസ്സിലാക്കിയ ഹിരണ്യകശിപു പ്രഹ്ലാദനെ ഒരു വിഷ്ണുദ്വേഷിയാക്കുന്നതിന് സകല വിദ്യകളും പ്രയോഗിച്ചു നോക്കി. എന്നാൽ അതെല്ലാം വിഫലങ്ങളായി പരിണമിച്ചു. ഹിരണ്യകശിപു ക്രോധത്താൽ ജ്വലിച്ചു. നിന്റെ വിഷ്ണു എവിടെ എന്ന് അട്ടഹാസം മുഴക്കി. സർവ്വചരാചരങ്ങളിലും വിഷ്ണു കുടികൊള്ളുന്നുവെന്ന് പ്രഹ്ലാദൻ പ്രതിവചിച്ചു. ഹിരണ്യകശിപു അടുത്തു കാണപ്പെട്ട ഒരു തൂണിൽ ബലമായി ഒന്ന് ചവിട്ടിക്കൊണ്ട് നിന്റെ വിഷ്ണു ഈ തൂണിലുമുണ്ടോ എന്ന് ചോദിച്ചു. തൂണിലും തുരുമ്പിലും എൻ്റെ വിഷ്ണു ഉണ്ടെന്ന് പ്രഹ്ലാദൻ പറഞ്ഞു. ഉടൻ ആ തൂണ് തകർക്കാനായി ഹിരണ്യകശിപുവിൻ്റെ ശ്രമം. എന്നാൽ തൂണ് പിളർന്ന് സംഹാരരുദ്രനെ പോലെ ഭയങ്കരനായ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. ആ മഹാസത്വം ഹിരണ്യകശിപുവിൻ്റെ കുടൽമാല വലിച്ചെടുത്ത് കണ്ടത്തിലണിഞ്ഞ് ഭയങ്കരമായി അട്ടഹസിച്ചു. ത്രിസന്ധ്യ നേരത്ത് വീടിൻ്റെ ഉമ്മറപ്പടിയിലിരുന്നാണ് നരസിംഹമൂർത്തി അസുര രാജാവിനെ നിഗ്രഹിച്ചത്. നരസിംഹമൂർത്തി മനുഷ്യനോ മൃഗമോ ആയിരുന്നില്ല എന്നതും ത്രിസന്ധ്യ നേരത്ത് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വച്ചായിരുന്നു ഹിരണ്യകശിപുവിനെ ഭഗവാൻ കൊലപ്പെടുത്തിയെന്നതിനാലും ബ്രഹ്മാവ് അസുരരാജാവിന് നൽകിയ വരങ്ങളും യാഥാർത്ഥ്യമായി. ഇതേസമയം ദേവന്മാരും സന്യാസി പ്രമുഖരും ആകാശത്ത് പുഷ്പവൃഷ്ടി നടത്തി. തുടർന്ന് പ്രഹ്ലാദൻ സാക്ഷാൽ അവതാരമൂർത്തിയായ നരസിംഹത്തെ ഭക്തിപുരസരം സ്തുതിച്ച് നമസ്കരിച്ച് ശാന്തചിത്തനാക്കി. അനന്തരം പ്രഹ്ലാദനെ അനുഗ്രഹിച്ച ശേഷം നരസിംഹം അപ്രത്യക്ഷമായി.